ജ്യോതി, ആ വിജി ഇതുവരെ വന്നില്ലേ? അവളിതുവരെ എത്തിയിട്ടില്ലല്ലോ. ശരി, നീ പൊയ്ക്കോ. ഇത്ര നേരമായിട്ടും കടയിലേക്ക് വരാറായില്ലേ ഇതൊക്കെ? നീ നോക്കിക്കോ, ഇനി ഞാൻ നിന്നെ എങ്ങനെയാ ടോർച്ചർ ചെയ്യാൻ പോകുന്നേന്ന്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സന്തോഷ് മാധവ. അതിരിക്കട്ടെ, എവിടെയാ അഹങ്കാരം പിടിച്ച വിജി? ഇതുവരെയായിട്ട് അവളെ കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് എഴുന്നള്ളാറായില്ലേ അവൾക്ക്? നമ്മളെ ഒന്നും പേടിയില്ലാത്ത പോലെ. എങ്ങനെയാണാവോ? ഇനി അവൾ ഇങ്ങോട്ട് വരുവോ അതോ ഇന്ന് അവള് ലീവായിരിക്കോ? അതൊക്കെ എനിക്ക് എങ്ങനെ അറിയാനാ മാഡം? ഞങ്ങൾ തമ്മിൽ അല്ലെങ്കിലും സെറ്റ് ആവില്ലല്ലോ. എന്നാലും അവൾ എന്നെ അടിച്ചതിന് കറക്റ്റ് ഒരു പണിഷ്മെന്റ് കൊടുക്കാതെ ഞാൻ അവളെ വിടില്ല മാഡം. അവൾ നരകിക്കുന്നത് എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടാലേ എന്റെ മനസ്സിന് ആശ്വാസം കിട്ടും. അതുകൊണ്ടല്ലേ കഥകിന്റെ ഇടയിൽ വിരൽ വെച്ചിറുക്കി അവള് വേദനിക്കുന്നത് കണ്ട് സന്തോഷമായതല്ലേ നിനക്ക്? ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടത്? അതോടെ എല്ലാം ആയെന്നാണോ മാഡം? ഈ കടയിലുള്ള എല്ലാ സ്റ്റാഫായിട്ടുള്ള പെണ്ണുങ്ങളുടെ മുമ്പിലും ഞാൻ എത്ര ഗെറ്റപ്പിലാ നിന്ന്. പക്ഷെ അന്ന് അവള് ചെയ്തു വെച്ച് ഈ കടയിലൂടെ പകുതി പേരും ഒരു വിലയും തരുന്നില്ല എനിക്ക്. ഒരുമാതിരി പെൺകോന്തന്മാരെ നോക്കുന്ന പോലെയാ നോക്കുന്നത്. അതിലെനിക്ക് നല്ല ദേഷ്യമുണ്ട് മാഡം. എനിക്ക് എന്റേതായിട്ടുള്ളൊരു ഇമേജ് ഒക്കെ ഇല്ലേ? അങ്ങനെ എന്റെ ഇമേജ് നശിപ്പിച്ചവളേക്ക് വെറുതെ വിടാൻ പറ്റുമോ? പറയും മാഡം. നീ ഇങ്ങനെ നിന്റെ ഇമേജിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നു, പക്ഷെ ഇവിടെ ഒരുത്തി സമയത്തിന് ജോലിക്ക് പോലും വരുന്നില്ല. എനിക്ക് തോന്നുന്നത് അവള് ഇന്ന് ലീവായിരിക്കും എന്നാ. മാഡം, അവൾക്ക് എന്നേക്കുമായി കടയിൽ നിന്ന് ലീവ് കൊടുക്കാന്നാ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതിന് പറ്റിയൊരു അവസരം എന്തായാലും വരും. അങ്ങനെ ഒരു അവസരം വരുമ്പോ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ തലയിലിട്ട് ഓണറെ കൊണ്ട് ചെരുപ്പുകൊണ്ടുള്ള അടിയും കൂടി വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പറഞ്ഞു പിടിക്കും. നീ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടന്നാൽ നല്ലതായിരിക്കും സന്തോഷ് മാധവ. സന്തോഷ് മാധവ, മാഡം ദേ വരുന്നുണ്ട് നിന്റെ ആള്. ഇവൾ എന്റെ ആളാവുന്ന എങ്ങനെയാ? എന്റെ ആളായി മാറിയായിരുന്നെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സമയം ഇത്രയായിട്ടും എന്ത് സമാധാനത്തോടെ വരുന്നേ നോക്ക്. എനിക്ക് സമയം എത്രയെന്നറിയോ? അതിന് നിങ്ങളുടെ കയ്യിൽ വാച്ചല്ലേ കിടക്കുന്നത്? തന്നെ തന്നെ അങ്ങ് നോക്കിയാ പോരെ. എന്ത് കളിയാക്കുക നീ? എന്നെ കണ്ടിട്ട് ഒരു പൊട്ടിയായിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? മര്യാദയ്ക്ക് സംസാരിച്ചോ. ഇപ്പൊ സമയം എത്രയായി? ഇത്ര വൈകിയ ജോലി സ്ഥലത്തേക്ക് വരുന്നേ? എന്താ മാഡം ചോദിച്ചത് കേട്ടില്ലേ? അതിനുള്ള മറുപടി പറയാത്തെന്താ? എന്റെ മോളെ സ്കൂളിലേക്ക് വിട്ടിട്ട് വരുന്ന വഴിക്ക് ട്രാഫിക് ബ്ലോക്ക് ആയി. അതാ കുറച്ച് ലേറ്റ് ആയത്. ഒരുപാടൊന്നും വൈകിട്ടില്ലല്ലോ, 5 മിനിറ്റ് അല്ലേ വൈകിട്ടുള്ളൂ. അതിനെതിനെ ഇങ്ങനെ പിടിച്ചു വെച്ച് സ്കൂൾ പിള്ളേരെ വരട്ടെന്ന പോലെ സംസാരിക്കുന്നേ. എടി, എന്തിനിങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്നേ? ഇവിടെ ടൈമും പങ്ക്ച്വാലിറ്റിയും ഒക്കെ വളരെ ഇമ്പോർട്ടന്റാ. കൃത്യസമയത്ത് നീ ജോലിക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓണറിനോട് പറഞ്ഞിട്ട് നിന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കും. നിങ്ങൾക്ക് എന്താ വല്ല നേർച്ചയുണ്ടോ? എന്റെ ജോലി കളയാൻ വേണ്ടി പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഇത് നോക്ക്, ഞാൻ നിങ്ങളുമായിട്ട് ഒരു പ്രശ്നത്തിനുമില്ല. നിങ്ങളും എന്റെ അടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരാതിരിക്കും. എന്നെ നിങ്ങളൊരു സഹപ്രവർത്തകയായിട്ട് കാണും. പഴയ പക മനസ്സിൽ വെച്ച് എന്തിനെങ്ങനെ വിഷം ചീറ്റുന്നേ? എന്താടി എന്നെ അഡ്വൈസ് ചെയ്യാ നീ? നിന്റെ ഈ അടവൊന്നും എന്റെ അടുത്ത് വേണ്ട. ലേറ്റ് ആയിട്ട് വന്നതും പോരാഞ്ഞിട്ട് നിന്ന് ന്യായം പറയാ നീ. മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യാൻ നോക്ക്. ഓ എന്താ മാഡം ഇത്? അവള് മാഡത്തെ നോക്കി കലിപ്പിട്ട് പോകുന്ന കണ്ടില്ലേ? എന്നിട്ട് മാഡം വെറുതെ നിൽക്കാ? നിക്ക് സന്തോഷ് മാധവ, ഇപ്പൊ തന്നെ അവളുടെ പുറകെ പോയിട്ട് നല്ലൊരു ജോലി അവൾക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ. അതാണ്